ഓരോ വാർഡിലും സൂപ്രണ്ടൊന്നും ചെന്ന് തിരക്കണം, നിങ്ങൾ ചികിത്സ ഓക്കെയാണോ? ഒരു മാസം മുൻപ് ആശുപത്രിയിലേക്ക് നടന്നു കയറിയ ഉമ്മയുടെ മൃതദേഹവുമായി അതേ ആശുപത്രിയിൽ പ്രതിഷേധിക്കേണ്ടി വന്ന മകന്റെ അവസ്ഥ ആലോചിക്കാവുന്നതേയുള്ളൂ. പുന്നപ്ര സ്വദേശി ഉമൈബയാണ് മരിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞിട്ടും ആരോഗ്യനില മെച്ചപ്പെടാത്തതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി മരിച്ചു. ICUയിൽ കിടന്ന പേഷ്യൻറ്റിനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുമ്പോൾ മിനിമം മര്യാദയാണ് ആ ഹോസ്പിറ്റലിൽ ICU ഫെസിലിറ്റി ഉണ്ടോ, അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് വേണം മാറ്റാൻ. അതിനുള്ള ബെഡ് സ്പേസ് കാര്യങ്ങളുണ്ടോ എന്ന് തിരക്കുകയോ അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയോ ചെയ്യാതാണ് എന്താക്കിയത് കോട്ടയത്തോട്ട് മാറ്റി. അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാതാണ് അവിടുത്തെ ഡോക്ടർ ഇങ്ങോട്ട് വിട്ടതെന്ന്. മൃതദേഹവുമായി ബന്ധുക്കൾ നേരെ എത്തിയത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. 4 മണിക്കൂറോളം പ്രതിഷേധിച്ചു. അന്വേഷിക്കാമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേൽ പുലർച്ചെയോടെ സമരം അവസാനിപ്പിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയിലിരിക്കെ 2 ആഴ്ച മുൻപ് യുവതി മരിച്ചതും ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് പരാതി ഉയർന്നിരുന്നു. അമ്പലപ്പുഴ കരൂർ സ്വദേശിനി ഷിബിനയുടെ മരണത്തിൽ ഡോക്ടർമാർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ന്യൂനപക്ഷ കമ്മീഷൻ മടക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.